ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സബ് ചെയ്തിട്ടൊന്ന് കാണണേന്ന് പറഞ്ഞപ്പോൾ കുറച്ചധികം പേര് സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. നമ്മൾക്ക് ഈ പൈസ സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം നമ്മൾ നമ്മുടെ സേവിങ്സിലോട്ടേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് എമർജൻസി ആയിട്ട് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഗതി ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ പക്ഷെ എന്താണെന്നറിയാൻ പാടില്ല, ചില അവസരങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ നമ്മൾ വിചാരിക്കണ പോലെ നമുക്കങ്ങ് സേവിങ്സിലോട്ടേക്ക് അങ്ങ് പോകാൻ പറ്റാറില്ല. ചില സമയങ്ങളിൽ, എപ്പോഴെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ സ്റ്റിക്കായിട്ട് നമ്മളൊരു സംഭവം കൂടെ ഫോളോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ജാപ്പനീസ് വീട്ടമ്മമാർ, എൻ്റെ കോർ കണ്ടന്റ് ആയിട്ടുള്ള ജാപ്പനീസ് വീട്ടമ്മമാർ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു 4-5 ടിപ്പുകളുണ്ട്, 4-5 സിസ്റ്റംസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് ചിലത് പ്രാക്ടിക്കലായിരിക്കും, ചിലത് പ്രാക്ടിക്കൽ ആകില്ല. അല്ല, എല്ലാം പ്രാക്ടിക്കലാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾക്ക് ഒരു മുട്ടുമില്ലാണ്ട് കറക്റ്റായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. അതിൽ ഒന്നാമത്തെ പറയുന്നത് എൻവലപ്പ് സിസ്റ്റം എന്നാണ് കേട്ടോ. ഈ എൻവലപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ ഓർമ്മ വരേണ്ടതെന്ന് അറിയോ? നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എൻ്റെ അപ്പൻ, നിൻ്റെ വല്ല കവറുണ്ടോ എന്ന്. 50 പൈസയുടെ കവറല്ല ചോദിക്കുന്നത്. നമ്മൾ ഈ കല്യാണങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, പൈസ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞു കവറിൽ നമ്മളിട്ട് കൊടുക്കൂലേ, മറ്റേ പേപ്പർ എൻവലപ്പ് പോലത്തെ ആ സാധനമാണ് കേട്ടോ ഇത് വെല്ലോടുക്കും കൊടുക്കാൻ വേണ്ടിയിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവർ ഓൾറെഡി ഒരു മാസം നമ്മൾക്ക് ഇന്ന സാധനങ്ങൾക്ക്, അതായത് ഗ്രോസറിക്ക് ഇത്ര രൂപ, നമുക്ക് ഇലക്ട്രിസിറ്റി ഇത്ര, വാട്ടർ ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു മാസം നമുക്ക് ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാവുമല്ലോ എന്തൊക്കെ ചിലവുകളാണ് നമ്മൾക്ക് വരാൻ പോവാന്ന്. ഇത്രയും നാളത്തെയും ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ മാസം എത്ര രൂപയായിരിക്കും ഇന്ന ഒരു സംഭവത്തിന് വരുന്നതെന്ന് നമുക്ക് അറിയുന്നുണ്ടോ. അപ്പോൾ അവർ മാസത്തിൻ്റെ ആദ്യമേ തന്നെ ഇവർ കുറച്ച് എൻവലപ്പുകളൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് ഓരോ സാധനങ്ങൾക്കും ഇത്ര രൂപ എന്നുള്ള കണക്കിൽ ഓരോ എൻവലപ്പിൻ്റെ മേലെ ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ട് ആ എൻവലപ്പിലോട്ടേക്ക് പൈസ വെക്കും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, ഗ്രോസറിക്ക് 1000 രൂപ, ഇലക്ട്രിസിറ്റി ബില്ല് മേ ബി 1000, ഗ്യാസ് എത്ര 1000 തന്നെയാണെന്ന് തോന്നുന്നുള്ളൂ, വാട്ടർ മേ ബി 500 സംതിങ്, അങ്ങനെ അവർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എൻവലപ്പിലുള്ള പൈസ മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി അവർ മാസം യൂസ് ആക്കുകയുള്ളൂ. ഇത് ഈ എൻവലപ്പിൽ വെക്കുന്നതിന് പിന്നിൽ എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ, സൈക്കോളജി ഓഫ് മണി പ്രകാരം നമ്മൾ ആ പൈസയെ നമ്മൾ തൊടുമ്പോഴാണ് നമ്മൾ രണ്ടുപേരും, അതായത് ഞാനും ആ പൈസയും തമ്മിലൊരു ബന്ധം ഉണ്ടാവാം, ഒരു മാനസിക ബന്ധം ഉണ്ടാവാം. അത് തമാശയില്ല, സീരിയസിലുള്ളതാണ്. നമുക്കിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കേണ്ടടുത്ത് നമ്മുടെ ചിലവുകൾ നിൽക്കാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ ഇതാണ്. നമ്മുടെ ആരുടെയും കയ്യിൽ പൈസയില്ല, എല്ലാം ഫോണിലാണ്, കാർഡിലാണ്. അപ്പം നമ്മൾ കടയിൽ പോകുന്നു, ഒരു സാധനം വാങ്ങിക്കുന്നു, ഏതൊരു ഫോൺ ടാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു, ബസ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഓരോ തവണ ഈ എൻവലപ്പിൽ നിന്നും പൈസ നമ്മൾ കൈകൊണ്ട് എടുത്ത് എണ്ണി നമ്മൾ കടക്കാരന് കൊടുത്തു, പൈസ അവർ ബാക്കിയുള്ള ചില്ലറ അല്ലെങ്കിൽ വോട്ടെവർ നമുക്ക് തിരിച്ചു തരുന്നു. നമ്മൾക്ക് ഒരു ബോധ്യമുണ്ട്, ഓക്കെ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കൂടാതെ ഇതിനെ തൊടുമ്പോൾ ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്. അങ്ങനത്തെ നമ്മൾ അറിയാതെ തന്നെ നമ്മളും പൈസയും തമ്മിലൊരു ആത്മബന്ധം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവും, ആ എൻവലപ്പിൽ ഇനി ഇത്ര രൂപയും കൂടിയാണ് ബാക്കിയുള്ളത്. സോ ഈ മാസം തീരുന്നത് വരെ എനിക്ക് ഇത്ര പൈസ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു ബോധ്യമുണ്ടാവും. നമ്മൾ ഫോൺ ടാപ്പ് ചെയ്യുമ്പം, കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് കിട്ടില്ല, സീരിയസ്ലി നമുക്കത് കിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഫോണിലാവുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട, കാർഡിലാവുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെയല്ല, അതും ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ വെക്കുന്നത്. പക്ഷെ അതിന് ഇതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. അപ്പോൾ പറ്റുന്നവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ വെക്കുക. പക്ഷെ ഞാനും അങ്ങനെ കയ്യിൽ വെക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ചെയ്യുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ സേവ് ചെയ്യാനുള്ള പൈസ ഓൾറെഡി തന്നെ വേറൊരു അക്കൗണ്ടിലോട്ടേക്ക് നമ്മൾ മാറ്റി അങ്ങ് വെക്കുക. നമ്മൾക്ക് ചിലവാക്കാൻ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്തത് അങ്ങനെ, ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് വെക്കുക, സേവിങ്സിന് വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ട് വെക്കുക. അപ്പോൾ ചിലവുകൾ മാത്രമാകുമ്പോൾ ഒരു മാസത്തേക്കുള്ള ചിലവുകൾക്കിടെ ഒരു അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ടോട്ടൽ ഈ മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത്ര രൂപയേ ഉള്ളത്, ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഒരു ബോധ്യം നമുക്ക് വരും. കയ്യിൽ വെക്കാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങനെ വെക്കുക. അല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിൽ വെക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ഓക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് എടുക്കില്ല എന്ന് ഉറച്ച തീരുമാനമുള്ളവർക്ക് സേവ് അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം.
നെക്സ്റ്റ് അവർ ഫോളോ ചെയ്യുന്നത് ദ സ്മോൾ ചേഞ്ച് ജാർ എന്നാണ്. അതായത് നമ്മളുടെ വീട്ടമ്മമാരെ പോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മുടെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പൈസ, അതായത് ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതുപോലെ നമ്മൾ അരിപ്പാത്രത്തിൽ ജീരകപാത്രത്തിലൊക്കെ അവർ കൊണ്ടുവെക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ഒരു കുട്ടി ജാറുണ്ട്. ഇവർ ഈ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവർക്ക് തിരിച്ച് കിട്ടുന്ന ചില്ലറ പൈസകളുണ്ടല്ലോ, ആ ചില്ലറ പൈസയൊക്കെ ഇവർ ആ ഒരു കുഞ്ഞു കുഞ്ഞു ജാറിലായിരിക്കും കൊണ്ടുവന്ന് ഇടുന്നത്. നമ്മൾക്ക് തോന്നുമ്പോൾ ഓക്കെ ആയി, നമ്മളിന്ന് അതിൽ 1 രൂപ ഇട്ടിട്ടുള്ളൂ, 5 രൂപ ഇട്ടിട്ടുള്ളൂ, 10 രൂപ ഇട്ടിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ ആ ഒരു കുട്ടി ജാറായിരിക്കും പല പല സിറ്റുവേഷൻസിലും മാസാവസാനം ആകുമ്പോൾ നമ്മൾക്ക് യൂസ് ആകുന്നത്. സോ ഇത് നമുക്ക് കുടിക്കയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ പറയുന്ന പോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആഴ്ചയിലോ മാസത്തിലോ കുടിക്കയിലോട്ട് കുറച്ച് പൈസ കൊണ്ടുപോയിടാം. അത്യാവശ്യ ഘട്ടങ്ങൾ അത് നമ്മളുടെ ലൈഫ് സേവർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് 24 hour റൂൾ ഫോർ ഷോപ്പിംഗ്. അതായത് ഒരു സാധനം, അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഹോബി എന്താണെന്നറിയാവോ? വെറുതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് സ്ക്രോൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാട്ടിൽ വാങ്ങിച്ചിടാം. ഇപ്പോൾ ഒരു വലിയ തുകയുടെ സാധനം ഞാൻ കാട്ടിലിട്ടിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. അതെൻ്റെ ഒരു ഹോബി മാത്രമാണ്. എപ്പോഴും നമ്മളൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു തോട്ട് വരാം, എനിക്ക് ഇന്ന സാധനം വാങ്ങിക്കണം, ഓടിപ്പോയി അത് വാങ്ങിക്കാതെ ഞാൻ ഗ്രോസറി ഐറ്റംസും അല്ലെങ്കിൽ നമ്മളുടെ എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളല്ലോ പറയുന്നത്. നമ്മൾ 24 മണിക്കൂർ സമയം കൊടുത്താലുണ്ടല്ലോ, പിറ്റേ ദിവസം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് ഇപ്പോൾ വാങ്ങിക്കേണ്ടി വരില്ല. നിങ്ങൾ ഒരു സാധനം നിങ്ങൾക്ക് സഡനായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇന്നൊരു സാധനം വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു 24 മണിക്കൂർ നിങ്ങൾ സമയം കൊടുക്കുക. സീരിയസ്ലി നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഈവൻ നമ്മൾ ചുമ്മാ കടയിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഒരു ഡെക്കർ ഐറ്റം കാണുമ്പോൾ ഉണ്ടല്ലോ, ഉടനെ ചാടി കയറി എടുക്കാതെ അത് അപ്പം തന്നെ മേടിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വിധിച്ചതാണെങ്കിൽ പിന്നെ വരുന്നത്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരു 24 മണിക്കൂർ സമയം നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും വേണ്ട എന്ന് തോന്നും. 24 മണിക്കൂറിന് ശേഷവും നിങ്ങൾക്കത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങിക്കോ, അത് തികച്ചും സ്വാഭാവികം മാത്രമായിരിക്കും. പിന്നെ സ്മാർട്ട് മീൽ പ്രെപ്പ്. ഈ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ ജോലി എളുപ്പമാക്കാൻ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൈസ ലാഭിക്കാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്കോ ആഴ്ചയിലേക്കോ നമ്മൾ ആ സാധനങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഈ കടയിൽ പോയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ നമുക്കറിയാലോ, ആവശ്യമില്ലാത്തൊരു സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടില്ല. നമ്മൾ നാട്ടിലെ ഈ ചെറിയ പലചരക്ക് കടകളുണ്ട്, അങ്ങനത്തെ പലചരക്ക് കടകളിൽ പോകുമ്പോൾ നമ്മൾക്ക് കൂടുതലും ഇങ്ങനത്തെ ഒരു സംഭവം വരില്ല. കാരണം കുറേ സംഗതികൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ എടുത്തു തരാം. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണിന് കാണത്തക്ക രീതിയിൽ അടിപൊളിയായിട്ടായിരിക്കും അവർ സംഗതികളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഷോപ്പിംഗ് ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ട കടച്ചാതിയൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടും. ഇപ്പോഴും ലിസ്റ്റ് ഇല്ലാതെ കടയിൽ പോകുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഉള്ള ആൾക്കാർ അടുത്ത തവണ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോവുക, പകുതി പൈസ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും കുട്ടികളെ. നെക്സ്റ്റ് വരുന്നത് മുത്തേനായി സീറോ വേസ്റ്റ് ലിവിങ്. അതായത് ഒന്നും പാഴാക്കാതെ ഇരിക്കുക. അതിന് മലയാളികൾ അത്ര വലിയ പോരായ്മകളൊന്നും ഉള്ളതല്ല, നമ്മൾ അതിൽ സൂപ്പറാണ്. കാരണം നമ്മളിപ്പം വേസ്റ്റ് എന്നല്ല, ലെഫ്റ്റ് ഓവർ ഫുഡ് വന്നാൽ പോലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ആകും. അങ്ങനെ നമ്മളങ്ങനെ കളയുന്നവരല്ല. പക്ഷെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ കുറേ ആൾക്കാർ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതായി എനിക്കറിയാം. അപ്പോൾ ഇവരുണ്ടല്ലോ, ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും ഇവർ ഭക്ഷണം വേസ്റ്റ് ആക്കൂല. ഇവരിപ്പം നമ്മൾക്കൊരു സെയിം ഫുഡ് നമ്മൾ 2 ദിവസം കഴിച്ചിട്ട് മടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ഓവർ വെച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു പുതിയ ഡിഷ് കണ്ടുപിടിക്കും. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും, ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പുട്ട്, ചോറ്, ഉപ്പുമാവ് വെച്ചിട്ടൊക്കെ പുതിയ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ട്രൈ ചെയ്തിട്ട് സാധനങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കാം. ഈ സാധനങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ സേവ് ആവുന്നത് മാത്രമല്ല, നമ്മൾ ആലോചിക്കുക ഒരുപാട് പേര് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിന് മുട്ടൊന്നുമില്ലല്ലോ. 3 നേരം ആവശ്യത്തിലധികം വയറ് നിറയെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സോ നമ്മുടെ മുന്നിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം ഒന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. ഇവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു ഇതാണ് കക്കേബോ. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതിങ്ങനെ നമ്മുടെ സിമ്പിളാണ്, നമ്മളുടെ കയ്യിൽ വരുന്ന പൈസ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഓരോന്നിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഈ സിസ്റ്റമൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ മുട്ടൊന്നും ഇല്ലാണ്ട് സീരിയസ്ലി നമ്മളുടെ സേവിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക്
മാസം അവസാനം വരെ നല്ല രീതിക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും പണക്കാരാക്കുന്നത് നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ കയ്യിലോട്ട് പൈസ വരുന്നു എന്നതല്ല, നമ്മളുടെ അടുത്ത് എത്ര കോടികൾ വന്നാലും നമ്മൾ ഒരു കണക്കും ഇല്ലാണ്ട് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെയും നമ്മുടെ കയ്യിലെ പൈസ പോകത്തേ ഉള്ളൂ. 100 രൂപയാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വൈസായിട്ട് നമ്മൾ ആ സാധനം സേവ് ചെയ്യുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 1000 കോടി കിട്ടുന്നതിനെക്കാട്ടിലും എഫക്റ്റ് ആയിരിക്കും 100 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ കണ്ടും നോക്കിയും ഒക്കെ എല്ലാവരും പൈസ ചിലവാക്കുക, പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് ജീവിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. അപ്പോൾ ഒന്നും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും 1000 നന്ദി.